ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ചകൾ ഇന്ന് രാജ്യസഭയിൽ പുനരാരംഭിക്കും. ലോക്സഭയിലും കേന്ദ്ര ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച നടക്കും. ഈ മാസം 1-നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത്. ജനുവരി 28-ന് ആരംഭിച്ച ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഈ മാസം 13 വരെ തുടരും. മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയാണ് രണ്ടാം ഘട്ടം. മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗൂലവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ജനകേന്ദ്രീകൃതമായ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ചതായി ശ്രീ മോദി സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. പരസ്പര സഹകരണത്തിലെ പുരോഗതിയും ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സമാധാനവും സ്ഥിരതയും കൈവരിക്കുന്നതിനായി ഇന്ത്യയും മൌറീഷ്യസും സഹകരിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സൈബർ തട്ടിപ്പുകളുടെ കൈകാര്യവും നിർമ്മാർജ്ജനവും എന്ന വിഷയത്തിലെ ദേശീയ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യപ്രഭാഷണം നടത്തും. സിബിഐയുടെ പുതിയ സൈബർ ക്രൈംബ്രാഞ്ചും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ സ്റ്റേറ്റ് സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ ഡാഷ്ബോർഡിനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി തുടക്കം കുറിക്കും. കേരളത്തിലെ ആദ്യ സമഗ്ര അന്താരാഷ്ട്ര വിദ്യാലയമായ കണ്ണൂർ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. MP, MLA ഫണ്ടുകൾക്ക് പുറമെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ CSR ഫണ്ടുകൾ കൂടി ഉപയോഗപ്പെടുത്തി 60 കോടി രൂപ ചെലവഴിച്ചാണ് സ്കൂൾ നവീകരിച്ചത്. നൂതന മാതൃകയിലുള്ള ലാബുകളും അഡ്വാൻസ് സയൻസ് റോബോട്ടിക്സ് ലാബും മുദ്ര പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചിട്ടുണ്ട്. 100 കിലോവാട്ട് ശേഷിയുള്ള സൌരോർജ്ജ പ്ലാന്റ് സ്ഥാപിച്ചതിലൂടെ കേരളത്തിലെ വിദ്യാലയങ്ങളിലെ ഏറ്റവും വലിയ സൌരോർജ്ജ പ്ലാന്റ് എന്ന നേട്ടവും മുണ്ടേരി സ്കൂൾ സ്വന്തമാക്കി. നവീകരിച്ച പാലക്കാട് മുണ്ടൂർ തൂത സംസ്ഥാന പാതയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ വൈകിട്ട് ഓൺലൈനായി നിർവഹിക്കും. മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷനാകും. കടമ്പഴിപ്പുറം ആശുപത്രി ജംഗ്ഷനിലാണ് ഉദ്ഘാടന ചടങ്ങ്. മലമ്പുഴ, കോങ്ങാട്, ഒറ്റപ്പാലം, ഷൊർണൂർ മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന 36.8 കിലോമീറ്റർ പാത 364 കോടി രൂപ ചെലവിലാണ് നവീകരിച്ചത്. ആലപ്പുഴ തീരദേശ റെയിൽപാത ഇരട്ടിപ്പിക്കുന്നതിനായി റെയിൽവേ മന്ത്രാലയം 324.16 കോടി രൂപ അനുവദിച്ചു. 12.66 കിലോമീറ്ററാണ് ദൈർഘ്യം. 1.80 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാലക്കാട് ടൌൺ പറളി ബൈപ്പാസ് ലൈനിന് 163.57 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് കഴിഞ്ഞ 24 മണിക്കൂറിൽ രേഖപ്പെടുത്തിയത് ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാ വയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യാതപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. ആ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം. സംസ്ഥാനത്ത് SIR നടപടികൾ പൂർത്തിയാക്കുന്ന ആദ്യ ജില്ലയായി ആലപ്പുഴ. ഹിയറിംഗ് ഉൾപ്പെടെ എല്ലാ നടപടികളും പൂർത്തിയായി. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളും 100% ഹിയറിംഗ് പൂർത്തിയാക്കിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21-ന് പ്രസിദ്ധീകരിക്കും. വേതന സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായ സ്വകാര്യ മേഖലയിലെ 25 ലക്ഷത്തോളം തൊഴിലാളികൾക്ക് അഷുറൻസ് മാതൃകയിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന രക്ഷാകവചം പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി V. ശിവൻകുട്ടി ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. പദ്ധതിയിൽ അംഗമാകുന്ന സ്വകാര്യ മേഖലയിലെ തൊഴിലാളിക്ക് അപകടമരണം സംഭവിച്ചാൽ ആശ്രിതർക്ക് 5 ലക്ഷം രൂപ ലഭിക്കും. പദ്ധതി വിഹിതമായി ഓരോ തൊഴിലാളിയിൽ നിന്നും ഒരു നിശ്ചിത തുക സ്വീകരിക്കും. കഴിഞ്ഞ ബജറ്റിൽ പദ്ധതിക്കായി 30 ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു. തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗ കേസിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലീകരിച്ചു. കേസിലെ പ്രധാന പ്രതി സുബിനെതിരെ കാപ്പ കേസ് ചുമത്താനുള്ള ശുപാർശ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ജില്ലാ കളക്ടർക്ക് കൈമാറി. കാപ്പ പ്രകാരമുള്ള തടവ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു പിന്നാലെയാണ് ഇയാൾ സ്പായിൽ അതിക്രമം നടത്തിയത്. നിലവിൽ 3 പ്രതികളാണ് പിടിയിലായത്. മറ്റ് 3 പ്രതികൾ ഒളിവിലാണ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട കേസിൽ പ്രതിയായ സന്ദീപിനെ വിചാരണ കോടതി നേരിട്ട് ചോദ്യം ചെയ്യുന്ന നടപടി പൂർത്തിയായി. തെളിവുകൾ പ്രതിയെ വായിച്ചു കേൾപ്പിച്ച ശേഷം കോടതി വിശദീകരണം തേടി. പ്രോസിക്യൂഷൻ ആരോപണങ്ങൾ പ്രതി കോടതിയിൽ നിഷേധിച്ചു. പ്രതിഭാഗം തെളിവെടുപ്പിന് മുന്നോടിയായുള്ള പ്രാഥമിക വാദം കേൾക്കുന്നതിന് കേസ് നാളെ പരിഗണിക്കും. ICC T20 പുരുഷ ക്രിക്കറ്റിൽ നെതർലാൻഡ്സ് ഇപ്പോൾ നമീബിയയെ നേരിടുന്നു. ടോസ് നേടിയ നെതർലാൻഡ്സ് നമീബിയെ ബാറ്റിംഗിനയച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.